ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ PSC തിങ്സ്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരാഴ്ചയല്ലേ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നും കുറേ പേർക്കും അത് കണ്ടിട്ടൊരു ചെറിയതായിട്ടാണെങ്കിലും മോട്ടിവേഷൻ ഉണ്ടായി, മോട്ടിവേറ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞതിന് വളരെയധികം എനിക്ക് സന്തോഷമുണ്ട്. ഒരുപാട് നന്ദി. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഡേറ്റൊക്കെ അടുക്കാറായി. ഡിസംബർ 3-നാണ് നമുക്ക് കമ്പനി ബോർഡ് LGS അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അതുവരെ ആരും വെയിറ്റ് ചെയ്തിരിക്കരുത്. എല്ലാവരും പെട്ടെന്ന് തന്നെ അയക്കുക. അയക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊക്കെ അയക്കാൻ നോക്കുക. അതിന് ഒപ്പം തന്നെ നമ്മൾ നന്നായി പഠിക്കുക. എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, നിങ്ങൾ സിലബസ് പ്രിൻ്റ് എടുക്കുക, അത് മസ്റ്റാണ്. എന്നിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. ആ സിലബസിൽ ഓരോ ടോപ്പിക്കും എടുക്കുക, അത് കവർ ചെയ്യുക, വീണ്ടും അത് റിവൈസ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് പഠിക്കുക, PYQ ചെയ്ത് പഠിക്കുക. PYQ എന്തായാലും മസ്റ്റാണ് കേട്ടോ. കമ്പനി ബോർഡ് LGSനൊക്കെ ഏത് എക്സാമിനും PYQ മസ്റ്റാണ്, ഇതിന് പ്രത്യേകിച്ചും. അപ്പോൾ നിങ്ങൾ അത് ഓരോന്നും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ലെവൽ ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ മാർക്ക് ഇമ്പ്രൂവ് ആവുന്നതും നമ്മുടെ ലെവൽ കൂടിക്കൂടി വരുന്നതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് എത്ര മാർക്ക് കുറഞ്ഞാലും നിങ്ങളതൊന്നും കാര്യമാക്കി എടുക്കരുത്. അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ പ്രത്യേകിച്ച്, പിന്നെ ഇനി ലാസ്റ്റ് ചാൻസ് ഉള്ളവർ പ്രത്യേകിച്ച്. കാരണം ഈ ഒരു ചാൻസ് കഴിഞ്ഞ് ഇനി നമുക്കൊരു ചാൻസ് ഇല്ല എന്നുള്ള ഓർമ്മ നമുക്ക് എപ്പോഴും വേണം. അപ്പോൾ നമ്മൾ എത്ര സമയം നമുക്ക് മാക്സിമം പഠിക്കാൻ പറ്റുന്നോ അത്രയും സമയം പഠിക്കുക. ഞാൻ എത്ര വർഷം പഠിച്ചു എന്നൊക്കെ ചോദിച്ചവരുണ്ട്. ഞാൻ കുറേ വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 2015-ലാണ് ജോയിൻ ചെയ്യുന്നത്. ഒരു PSC ക്ലാസ്സിന് ഞാൻ ജോയിൻ ചെയ്ത് 2015-ലാണ്. 2017 LGS എഴുതി. എനിക്കതിൽ 1043-ാമത്തെ റാങ്ക് ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്കത് കിട്ടിയില്ല. അതിൽ നിയമനം കുറവായിരുന്നു. പിന്നെ അതിനുശേഷം എഴുതിയതാണ് 2019 അപ്ലൈ ചെയ്ത് 2021 എഴുതിയ എക്സാമിലാണ് ഇപ്പോൾ ഞാൻ ജോലിയിൽ കയറിയിരിക്കുന്നത്. അപ്പോൾ അതൊരു മുൾമുനയിലായിരുന്നു. കാരണം കിട്ടുമോ കിട്ടില്ലേ എന്നുള്ളൊരു ഭയങ്കര ടെൻഷനിലായിരുന്നു. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും അതുപോലെ ഒരു ഇത് വരരുത്. കാരണം നമ്മൾ ആ ഒരു ഇരിക്കുന്ന അത്രയും ദിവസം നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കുമല്ലോ. അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല, അത്രയും ഒരു ടെൻഷനാണ്. കാരണം നമ്മളൊരു ജോലിക്ക് വേണ്ടി അത്രയും പഠിച്ച് കാത്തിരിക്കുന്ന ഒരു ആൾക്കാരല്ലേ. അപ്പോൾ നമുക്കത് ഭയങ്കര ടെൻഷനായിരിക്കും. പിന്നെ അതിന് പുറമെ പരിഹാസവും കളിയാക്കലും കുത്തുവാക്കലും ഒക്കെ കൂടെ ആവുമ്പോൾ പ്രത്യേകിച്ചും നമുക്ക് നമ്മുടെ മനസ്സ് ആരുടെ അടുത്തെങ്കിലും ഒന്ന് പറയണം. കാരണം നമ്മളത് എല്ലാവരുടെ അടുത്ത് പറയാനും നമുക്ക് പറ്റില്ല. നമ്മളെ മനസ്സിലാക്കുന്നവരുടെ അടുത്തല്ലേ നമുക്ക് നമ്മുടെ വിഷമങ്ങൾ പറയാൻ പറ്റുള്ളൂ. നമ്മളെ കേൾക്കാൻ ഒരാൾ വേണം. എനിക്കൊന്നും അങ്ങനെ കേൾക്കാനധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറയുമ്പോൾ അങ്ങനെ എല്ലാവർക്കും ഒരു മൈൻഡ് അവരുടെ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര പിരിമുറുക്കമായിരിക്കും. കാരണം ഒന്ന് മനസ്സ് തുറന്നൊന്ന് പറയണം, ഒന്ന് കരയണം. ഞാനൊക്കെ എത്രയോ തവണ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് എന്ത് പറഞ്ഞാലും എനിക്ക് ഒന്നില്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും, അല്ലെങ്കിൽ സങ്കടം വരും. ഞാൻ ഒരുപാട് തവണ ഞാൻ കരഞ്ഞിട്ടുണ്ട്. കാരണം അതൊക്കെ എൻ്റെ ഇതിൻ്റെ ഭാഗമാണ്. എനിക്കത് കിട്ടുമോ കിട്ടില്ലേ, ഇനിയൊരു ജോലി ഞാനിനി എഴുതിയെടുത്ത് ഇനി രണ്ട് ലിസ്റ്റിലും കിട്ടാതെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് പഠിച്ച് എഴുതുക, എന്നിട്ട് അതിൽ നിന്ന് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്കും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭയങ്കര ഒരു ഫീലിങ്സൊക്കെ ഉണ്ടായിരുന്നു. മോൻ്റെ അടുത്താണെങ്കിലും എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അവനെ ശ്രദ്ധിക്കാൻ പറ്റില്ല. എന്തിനും ദേഷ്യവും സങ്കടവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറേ മാസങ്ങൾ എനിക്ക് അങ്ങനെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1.5 മാസമായിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഒന്ന് സന്തോഷിക്കുന്നത്. അപ്പോഴും എനിക്ക് ഇത്രയും നമുക്ക് പഠിച്ച ആ ജോലി കിട്ടിയതിൻ്റെ ഒരു സന്തോഷം നമുക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഒന്ന് മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്നത് തന്നെ. അപ്പോൾ അതുപോലൊരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത്. നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥമായി നമുക്ക് പഠിക്കാം. എന്താ പൊന്നോ, സോറി കേട്ടോ. അപ്പോൾ എത്രത്തോളം ആത്മാർത്ഥമായി നമുക്ക് പഠിക്കാൻ പറ്റും അത്രത്തോളം നിങ്ങൾ ആത്മാർത്ഥമായി പഠിക്കുക. നമുക്ക് എല്ലാവർക്കും പല സാഹചര്യങ്ങളായിരിക്കും. എല്ലാവർക്കും ഒരേപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവില്ല. കാരണം വീട്ടിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്രശ്നങ്ങളില്ലാത്തവർ ചുരുക്കമാണ്. പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കി എടുക്കരുത്. അതിൽ നിന്നൊക്കെ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വരണം. എന്നിട്ട് നമ്മൾ ഇരുന്ന് നന്നായി പഠിക്കുക. അപ്പോൾ ഇനി അധിക ദിവസങ്ങൾ നമ്മുടെ മുന്നിലില്ല. അപ്പോൾ ഉള്ള സമയങ്ങൾ നമ്മൾ നന്നായി പഠിക്കുക. അത്രമാത്രം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ ആത്മാർത്ഥമായി എൻ്റെ പ്രാർത്ഥനയും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കാരണം ഒരു ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവൻ്റെ വേദന എനിക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു പ്രാർത്ഥന ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കുക. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. പിന്നെ എന്നെക്കൂടി ചോദിച്ചതിനുള്ള ആൻസറാണ് കേട്ടോ. എത്ര വർഷം പഠിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ. ഞാൻ 3-4 വർഷം ശരിക്കും നന്നായി പഠിച്ചിട്ടുണ്ട്. 2017 ആ കയറുന്നവരെ പ്രത്യേകിച്ച് നന്നായി പഠിച്ചു. അതിനുശേഷം കുറച്ചൊരു എനിക്ക് പഠിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. എന്നാലും കിട്ടുന്ന സമയങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ റാങ്ക് ഫയൽ നിങ്ങൾക്ക് ടാലൻറ്റിൻ്റെയോ ഏതാ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള റാങ്ക് ഫയൽ എന്ന് വിചാരിച്ച് നിങ്ങൾക്കത് ഫോളോ ചെയ്യാം. ആ റാങ്ക് ഫയൽ പഠിക്കാം. പിന്നെ നല്ല യൂട്യൂബ് ക്ലാസ്സുകൾ നോക്കി എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണെങ്കിൽ അത് നിങ്ങൾ മസ്റ്റായിട്ടും കാണണം, റിവൈസ് ചെയ്യണം, PYQ ചെയ്യണം. അപ്പോൾ ഓക്കെ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ, സി യു.